നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകുക. മലയാള തീയതിയിൽ പറഞ്ഞാൽ 2025 മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് കുംഭമാസം 24-ാം തീയതിയാകും. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 17-ാം തീയതി വരും. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:36 അസ്തമയം വൈകുന്നേരം 6:30 തിരുവനന്തപുരം ഉദയ അസ്തമയ സമയമാണ് ഞാൻ പറഞ്ഞത്. തിഥി ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നവമി തിഥിയാണ്. നവമി തിഥി ശനിയാഴ്ച രാവിലെ 8:19 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദശമി തിഥിയാണ് ആരംഭിക്കുക. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 11:33 അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി 11:30. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ ദൂരോട്ടുള്ള സ്ഥലങ്ങളിലുള്ളവരുണ്ട്. അവർക്കൊക്കെ ഈ സമയത്തിൽ ഒരു 5 മിനിറ്റ് വ്യത്യാസം വരും. അതായത് തിരുവനന്തപുരം ഉദയസമയമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരം ഉദയസമയം 6:36 ആകുമ്പോൾ ഈ കണ്ണൂർ, കാസർഗോഡ് അങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു 5 മിനിറ്റ് വ്യത്യാസം വരും. 6:36 എന്നുള്ളത് 6:40, 6:41 വരും. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ദൈർഘ്യവും അങ്ങനെ വ്യത്യാസം വരും. ഇപ്പോൾ രാത്രി 11:30 അവസാനിക്കുക എന്ന് പറഞ്ഞാൽ 11:35 വരെ കാണും. അതുപോലെ തന്നെ അവിടെ നക്ഷത്രം ആരംഭിക്കുന്നത് 11:33 എന്നുള്ളത് 11:37, 38 ആയിരിക്കും അവിടെ നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുക. അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കണം. ദേശാന്തര വ്യത്യാസം അനുസരിച്ച് ഉദയസമയത്തിൻ്റെ മാറ്റം അനുസരിച്ച് നക്ഷത്ര ദൈർഘ്യത്തിലും മാറ്റം വരുമെന്നുള്ളതും മനസ്സിലാക്കണം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് തിരുവാതിര നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം ചിത്തിര, ചോതി, മകരം, കാർത്തിക, അശ്വതി, ചതയം, പൂരുട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ചിത്തിര, ചോതി, മകരം, കാർത്തിക, അശ്വതി, ചതയം, പൂരുട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അനിഴം, തൃക്കേട്ട, രോഹിണി, ഭരണി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ ഈ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 8:16 മുതൽ 9:36 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:16 മുതൽ ഉച്ചയ്ക്ക് 12:36 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഉച്ച കഴിഞ്ഞ് 2:16 മുതൽ 5:16 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും വിജയിക്കും. ഇനിയും ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 8 അപ്പോൾ ഏതൊരു മാസത്തെയും 8, 17, 26 17, 26 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 8 വരും. അപ്രകാരം ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. കടും നീല, കടും പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അങ്ങനെ കടും നീല, കടും പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇനിയും അടുത്ത വിഷയം ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ധനനേട്ടമുള്ള നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രപ്രകാരം ഈ ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവാതിര നാളുകാർക്ക് ധനം വന്നു ചേരും. കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, മകരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. ഈ നാളുകാർക്കൊക്കെ തിരുവാതിര നക്ഷത്രം അനുകൂലമായ നക്ഷത്രമാണ്. ധനപരമായ വിഷയത്തിലാണ് ഞാൻ പറയുന്നത് പൊരുത്തം.
മറ്റു ചില കാര്യങ്ങളിൽ ചിലപ്പം പൊരുത്തം ഉണ്ടാകണമെന്നില്ല. പക്ഷേങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ നക്ഷത്രം പൊരുത്തപ്പെടുന്ന നക്ഷത്രമാണ്. ഈ ഒരു നക്ഷത്രം ഒരു ജാതകരുമായിട്ട് ചില കാര്യങ്ങളിൽ പൊരുത്തമുണ്ട്, ചില കാര്യങ്ങളിൽ പൊരുത്തമില്ല. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പൊരുത്തമുള്ള നക്ഷത്രമുണ്ട്. 10ൽ 10 പൊരുത്തം എന്ന് പറഞ്ഞ പോലെ. എന്നാൽ ചില കാര്യങ്ങളിൽ വളരെ പൊരുത്തമുള്ള നാളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ധനപരമായിട്ടുള്ളൊരു പൊരുത്തം ഈ തിരുവാതിര നാളുമായിട്ട് ധനപരമായിട്ടുള്ള പൊരുത്തം വന്നു ചേരുന്ന നാളുകാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. തിരുവാതിര, കാർത്തിക, രേവതി, ചതയം, ഉത്രാടം, കേട്ട, ചോതി, ഉത്രം, ആയില്യം, മകയിരം. ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാനും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസവുമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ലോട്ടറി ഭാഗ്യം. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുമോ കിട്ടുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അവരോട് പറയാനുള്ള കാര്യമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ജ്യോതിഷപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഇടവക്കൂറ് കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം, 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കന്നിക്കൂറ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര, 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നത്. പ്രത്യേകിച്ച് ലോട്ടറി അടിക്കണമെങ്കിൽ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം. കാരണം ഒരു നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് ജാതകരുണ്ട്. അതിൽ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം അനുസരിച്ചുള്ള സമ്മാനമൊന്നും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. നാമമാത്രമായ ഒരു സമ്മാനം ആണ്. അതായത് കുറച്ച് പേർക്ക് മാത്രമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ മാത്രമേ ഇവിടെ അടിക്കത്തുള്ളൂ. കെട്ടുകണക്കിന് ടിക്കറ്റ് എടുത്ത് പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എന്നെ പഴി പറയരുതേ. അപ്പോൾ ഒരു ടിക്കറ്റൊക്കെ എടുക്കാവുള്ളൂ. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.